Dear friends, next topic interhalogen compounds. What is interhalogen compounds? ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാലജൻ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ് തന്നെ പരസ്പരം കമ്പൈൻ ചെയ്ത് ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഇന്റർഹാലജൻസ് അല്ലെങ്കിൽ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, halogens combine amongst themselves to form a number of compounds. These compounds are known as interhalogens or interhalogen compounds. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് IF7, CLF, ഇവയൊക്കെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഇൻ്റർഹാലജൻ ഏതൊക്കെ ഫോമിൽ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ XX- ഫോമിൽ ഉണ്ടാവും. അതായത് ക്ലോറിൻ മോണോഫ്ലൂറൈഡ് CLF ഒക്കെ XX- ഫോമിലുള്ളതിന് എക്സാമ്പിളാണ്. XX3- ഫോമിൽ ഉണ്ടാവാം, XX5- ഫോമിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻ്റർഹാലജനിൽ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഹാലജനാണ്, X- എന്ന് പറയുന്നത് അനദർ ഹാലജൻ ആയിരിക്കും. ഈ രണ്ട് ഹാലജൻസും തമ്മിലുള്ള റേഡിയസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ X- നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് IF7. അയോഡിൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ ലാർജസ്റ്റ് വൺ ആണ്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ലൈറ്റസ്റ്റ് വൺ ആണ്. സോ അയോഡിനും ഫ്ലൂറിനും തമ്മിൽ റേഡിയസ് റേഷ്യോയിൽ നല്ല ഇൻക്രീസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല വ്യത്യാസം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഫ്ലൂറിനിൽ ഇവിടെ IF7 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 1:7 റേഷ്യോയിലാണ് ഫ്ലൂറിനും അയോഡിനും വന്നിരിക്കുന്നത്. സോ ദ ഫാക്ട് ദാറ്റ് the number of X- atoms per molecule increases with increase in the radius ratio between X and X-. as the ratio of radii between I and F is maximum. Okay, കാരണം I is the largest and F is the lightest, so ratio of radii between I and F is maximum and the interhalogen compound having the maximum number of atoms. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അയോഡിനും ഫ്ലൂറിനും തമ്മിൽ റേഡിയസ് റേഷ്യോയിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഈ റേഡിയസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, X- നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു XX- ഫോം, XX3- ഫോം, XX5- ഫോം, XX7- ഫോം. അപ്പോൾ ഇത്രയും ഫോമിലാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ XX- ഫോമിൽ വരുന്നതാണ് CLF, ക്ലോറിൻ മോണോഫ്ലൂറൈഡ്, ബ്രോമിൻ മോണോഫ്ലൂറൈഡ്, അയഡിൻ മോണോഫ്ലൂറൈഡ്, അയഡിൻ മോണോക്ലോറൈഡ്. ഇവയെല്ലാം XX- ടൈപ്പിൽ വരുന്ന ഇൻ്റർഹാലജൻ കോമ്പൗണ്ടാണ്. ദെൻ XX5- വരുന്നതാണ് BrF5, XX3- വരുന്നതാണ് ICl3, IF3, XX- വരുന്നതാണ് IF7. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിനെ നമുക്ക് ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലോജൻസ് വഴി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ജസ്റ്റ് ഹാലോജൻസിനെ സിംപ്ലി ഡയറക്റ്റ് കമ്പൈൻ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ കണ്ടീഷൻ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, അങ്ങനെ നമുക്ക് പ്രോഡക്റ്റായിട്ട് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് കിട്ടും. പക്ഷേ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻറ്റ് ഹാലോജൻസിൻ്റെ മോളാർ റേഷ്യോതിനനുസരിച്ചും റിയാക്ഷൻ കണ്ടീഷനനുസരിച്ചും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ ക്ലോറിനും ഫ്ലൂറിനുമാണ് നമ്മൾ റിയാക്റ്റൻറ്റ് ഹാലജൻസായി എടുത്തിട്ടുള്ളത്. അപ്പം ക്ലോറിൻ ഫ്ലൂറിൻ 1:1 റേഷ്യോയിൽ 250 ഡിഗ്രി സെൽഷ്യസിൽ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്ലോറിൻ മോണോഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഹാലജനാണ്. ഓക്കെ, ദെൻ എഗെയിൻ ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ നമ്മൾ 1:3 റേഷ്യോയിൽ കമ്പൈൻ ചെയ്യിക്കുന്നു. 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ തന്നെയാണ്. നമുക്ക് പ്രൊഡക്റ്റായിട്ട് വരുന്നത് ClF3 ആണ്, വിച്ച് ഈസ് ഇൻ ദ ഫോർമാറ്റ് XX3-. ഓക്കെ, ദെൻ വെരി എക്സസ് ഫ്ലൂറിൻ, അതായത് 1:5 റേഷ്യോയിൽ നമ്മൾ ക്ലോറിൻ ഫ്ലൂറിൻ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻ 350 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ClF5 ആണ്, വിച്ച് ഈസ് ഇൻ ദ ഫോം XX5- ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ബ്രോമിൻ്റെ റിയാക്ഷൻ നോക്കാം. ബ്രോമിൻ ആൻഡ് ഫ്ലൂറിൻ തമ്മിലുള്ള റിയാക്ഷൻ, ബ്രോമിൻ ആൻഡ് ഫ്ലൂറിൻ ഈസ് ഇൻ ദ റേഷ്യോ 1:3 ഇൻ ദ പ്രസൻസ് ഓഫ് N2 ഗീവ്സ് BrF3. ഈ BrF3 വന്നിരിക്കുന്നത് XX3- ഫോമിലാണ്.
ഓക്കെ, ഇനി എക്സസ് ഫ്ലൂറിൻ എടുത്തു കഴിഞ്ഞാലോ 1:5 റേഷ്യോയിൽ ബ്രോമിൻ ആൻഡ് ഫ്ലൂറിൻ നമ്മൾ കമ്പൈൻ ചെയ്യിക്കുവാണ്. അപ്പം ഒരു 200°C ടെമ്പറേച്ചർ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് BrF5 ആണ്, വിച്ച് ഈസ് ഇൻ ദ ഫോം XX5'. ഓക്കെ, ദെൻ I2 ആൻഡ് Cl2 ഒരു ലോ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ICl അയോഡിൻ മോണോക്ലോറൈഡ് ആണ്. ആൻഡ് 1:3 റേഷ്യോയിൽ ഫ്രിയോണിൻ്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് IF3 ആയിരിക്കും പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. സോ ഇന്റർഹാലജൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് കോമ്പിനേഷൻസ് ഓഫ് ഹാലജൻ അണ്ടർ certain reaction conditions, but the product formed is depend on the molar ratio of the reactants and the reaction conditions. Okay, സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹയർ ഇൻ്റർ ഹാലജൻസിനെ ലോവർ ഇൻ്റർ ഹാലജനും ഹാലോജനും കൂടെ കമ്പൈൻ ചെയ്യിച്ചിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾസ് ആണ് ClF3 എന്നൊക്കെ പറയുന്നത് ലോവർ ഇൻ്റർ ഹാലജൻസ് ആണ്. ഈ പെർട്ടിക്കുലർ ഇൻ്റർ ഹാലജൻസിനെ നമ്മൾ അഗെയിൻ ഒരു ഹാലജനുമായിട്ട് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ കണ്ടീഷനിൽ കമ്പൈൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഹയർ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ClFും F2ഉം കൂടെ 250°C നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് ClF3 കിട്ടി. എഗെയിൻ നമ്മൾ ഈ ClF3നെ എഗെയിൻ അനദർ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. റിയാക്ഷൻ കണ്ടീഷൻ 350°C. നമുക്ക് എഗെയിൻ ഹയർ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ആയിട്ടുള്ള ClF5 ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പം ലോവർ ഹാലോജൻസിനെ ഹാലജനുമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഇൻ്റർ ഹാലജൻസ് കിട്ടും. ക്ലിയർ? Last method, reaction between metal halide and halogens. For certain metal halides like KBr, AgF, PbI2 combines with halogens will give interhalogen compounds. An example ആണ് KBr3F2, അതായത് എക്സസ് F2 ആണ്. 1:3 റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. KBr എക്സസ് ഫ്ലൂറിനുമായി 200°C കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് BrF5 എന്ന് പറയുന്ന ഇൻഡോഹാലജൻ കോമ്പൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് AgF വിച്ച് കമ്പൈൻസ് വിത്ത് I2 ഗീവ് IF5 ആൻഡ് ലെഡ് അയോഡൈഡ് കമ്പൈൻസ് വിത്ത് ഫ്ലൂറിൻ ഗീവ്സ് IF7. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇൻഡോഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ പ്രിപ്പറേഷൻ മെത്തേഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 4 ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ സ്ട്രക്ചറും അതിൻ്റെ ജോമെട്രിയും ഹൈബ്രിഡൈസേഷനുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ClF3 ആണ്, ക്ലോറിൻ ട്രൈഫ്ലൂറൈഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലോറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ക്ലോറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ നിയോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ 3s2 3p5 ആണ്. നമുക്കറിയാം 1s2 2s2 2p6 ഇത് നിയോണിൻ്റെ കോൺഫിഗറേഷനാണ്. ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3s2 3p5 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറിനിൽ 3D ഓർബിറ്റലുകൾ അവൈലബിൾ ആണ്, ബട്ട് 3D ഓർബിറ്റൽസ് ആർ വേക്കൻറ്റ്. അവിടെ ഇലക്ട്രോൺസ് ഇല്ല. 3sലും 3pയിലും മാത്രമേ ഇലക്ട്രോൺസ് കാണാൻ കഴിയുള്ളൂ. ദെൻ ക്ലോറിൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾ 3pയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് ജമ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ Px Pyയും Pzലും ഇലക്ട്രോൺസ് ഉണ്ട്. Pxും Pyയും പെയർഡ് ഇലക്ട്രോൺസ് ആണ്. Pzൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ വരുന്നുള്ളൂ. ക്ലോറിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും Pyയിൽ നിന്നും ഒരു ഇലക്ട്രോൺ Dയിലേക്ക് ജമ്പ് ചെയ്തു. അങ്ങനെ ഈ 3sഉം 3pയും 3Dയും കൂടെ sp3d ഹൈബ്രിഡൈസേഷൻ നടത്തി നമുക്ക് 5 സെറ്റ്സ് ഓഫ് sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ClF3 എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ആറ്റം ക്ലോറിനാണ്. സെൻട്രൽ ആറ്റമായ ക്ലോറിന് ഇവിടെ sp3d ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലുകളും ഒരു d ഓർബിറ്റലും അവിടെ ഇൻവോൾവ് ആണ്. ആൻഡ് ഡ്യൂ ടു ദിസ് ഹൈബ്രിഡൈസേഷൻ 5 സെറ്റ്സ് ഓഫ് sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 5 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റലുകളിൽ ആദ്യത്തെ 2 എണ്ണം പെയർഡ് ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. റിമൈനിങ് 3 ഓർബിറ്റൽസ് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മാത്രമാണ് ബാക്കിയുള്ള ഓർബിറ്റലുകളിലുള്ളത്.
ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ ഇനി 3 ഫ്ലൂറിൻ അവൈലബിൾ ആണ്. ഈ 3 ഫ്ലൂറിൻ്റെയും 2pയിൽ ഒരു ഇലക്ട്രോണിനെ കൂടെ ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസ് ഉണ്ട്. സോ ഈച്ച് ഓഫ് ദ ഫ്ലൂറിൻ കമ്പെയിൻസ് വിത്ത് single electron of sp3d hybridized orbital of chlorine to produce 3 sigma bonds. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ക്ലോറിനിൽ sp3d ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. sp3d ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 5 സെറ്റ്സ് ഓഫ് sp3d ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്യും. അതിൽ ഓൾറെഡി 2 എണ്ണം പെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലാണ്, അല്ലെങ്കിൽ 2 എണ്ണത്തിൽ ഓൾറെഡി ഡബ്ല്യു ഒക്യുപ്പൈഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ആ 2 ഓർബിറ്റലുകളും ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി 3 ഓർബിറ്റലുകളും 3 ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ജോമെട്രി ജസ്റ്റ് ഒന്ന് നോക്കാം. sp3d ഹൈബ്രിഡൈസേഷനാണ് നടന്നിട്ടുള്ളത്. സോ നമുക്കറിയാം TBP ഫാഷനിലാണ് നമ്മുടെ ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെൻറ്റ് വരുന്നത്. നോക്കിക്കേ, 3 ലോൺ പെയർ 2 ലോൺ പെയർ ആണുള്ളത്. 2 ലോൺ പെയറും ഈ ഒരു ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളെ കയ്യിൽ 3 ബോണ്ട് പെയറാണ് ഉള്ളത്. 3 ബോണ്ട് പെയറാണ് നമ്മളെ കയ്യിലുള്ളത്. ClF3 കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ 3 ബോണ്ട് പെയറുകളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബോണ്ട് പെയർ ഇവിടെ വന്നു, സെക്കൻഡ് ഇവിടെ വന്നു, സെക്കൻഡ് ഈ ഒരു ആക്സിയൽ പൊസിഷനിൽ വന്നു. അപ്പം ഒരു ബോണ്ട് പെയർ ഈ ഒരു ഒരു ബോണ്ട് പെയർ വന്നിരിക്കുന്നത് ഈ ഒരു ഇക്വട്ടോറിയൽ പ്ലെയിനിലും അടുത്ത 2 ബോണ്ട് പെയറുകൾ വന്നിട്ടുള്ളത് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളിൽ ഓൾറെഡി ഡബ്ല്യു ഒക്യുപ്പൈഡ് ആയിട്ടുള്ള 2 ഓർബിറ്റലുകൾ ഇവിടെ നമ്മൾ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള സിംഗ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള 3 sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും ക്ലോറിൻ്റെ ഈ ഒരു p ഓർബിറ്റലുമായി ഹെഡ് ഓൺ ഫാഷനിൽ ഓവർലാപ്പ് നടത്തിയിട്ട് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. എന്നാൽ ഇതിൻ്റെ ഒരു ജോമെട്രി എന്ന് പറയുന്നത് T ഷേപ്പിലാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ക്ലോറിൻ, ഫ്ലൂറിൻ, ClF 3 ClF ബോണ്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ 2 ലോൺ പെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രി നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടുന്നത് ഒരു T ഷേപ്പിലുള്ള ഒരു ജോമെട്രിയാണ് ClF3ക്ക് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രൈഗണൽ ബൈപിരമിഡൽ ആവുമ്പം ഇവിടെ ഒരു ഇക്വറ്റോറിയൽ പ്ലെയിൻ ഉണ്ട്. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ 2 സൈഡിലും എന്താണ് ലോൺ പെയർ ആണ്. ഇവിടെ മാത്രമേ ഒരു ബോണ്ട് പെയർ വരുന്നുള്ളൂ. ആൻഡ് എബോവ് അത് ബിലോ ദ പ്ലെയിൻ 2 ആക്സിയൽ ബോണ്ടുകളുണ്ട്. ആക്സിയൽ ബോണ്ട്സ് ആർ ഓൾവേസ് ലെങ്തിയർ ദാൻ ഇക്വട്ടോറിയൽ ബോണ്ട്സ് അല്ലേ. ഇവിടെ എന്താണ് ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ട്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഉണ്ട്, ബോണ്ട് പെയർ റിപ്പൾഷനും ഉണ്ട്. അപ്പം ഡ്യൂ ടു മിനിമൈസിങ് 90 ഡിഗ്രി ഇൻട്രാക്ഷൻസ് ആൻഡ് ഡ്യൂ ടു മിനിമൈസിങ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻസ് ഇറ്റ് അക്വയർ എ T ഷേപ്പ് സ്ട്രക്ചറാണ് നമ്മുടെ ClF3 അക്വയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ICl3 മോളിക്യൂളിൻ്റെ ജോമെട്രി ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. ICl3 മോളിക്യൂളും നമ്മുടെ ClF3 പോലെ തന്നെ സിമിലർ T ഷേപ്പ് കാണിക്കുന്ന മോളിക്യൂളാണ്. സെൻട്രൽ അയഡിൻ ആറ്റത്തിന് sp3d ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് 5 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, ഇതിലുണ്ടാവുന്ന ആദ്യത്തെ 2 sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും 2 ഇലക്ട്രോൺ വീതം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഡബ്ല്യു ഒക്യുപ്പൈഡ് ആണ്. ബാക്കിയുള്ള 3 എണ്ണം സിംഗ്ലി ഒക്യുപ്പൈഡ് ഓർബിറ്റലുകളായിരിക്കും. ഈ സിംഗ്ലി ഒക്യുപ്പൈഡ് ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുമായിട്ട് നമ്മൾ ക്ലോറിൻ്റെ 3p ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ICl സിഗ്മ ബോണ്ടുകളാണ് ICl3യിലും ഫോം ചെയ്യുന്നത്. എങ്ങനെയാണോ നമ്മൾ ClF3 എക്സ്പ്ലെയിൻ ചെയ്തത് ആ സിമിലർ പാറ്റേണിൽ തന്നെയാണ് ICl3യും വരുന്നത്. പക്ഷേ ICl3 ഈ T ഷേപ്പിലുള്ള മോണോമറായിട്ടല്ല ചെയ്യുന്നത്. T ഷേപ്പിലുള്ള ICl3 മോണോമർ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് I2Cl6 ഡൈമറുകളായിട്ടാണ് നമ്മുടെ ICl3 എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ICl3യുടെ ഒരു T ഷേപ്ഡ് മോണോമർ യൂണിറ്റാണ് ഇത് രണ്ടാമത്തെ മോണോമർ യൂണിറ്റാണ്. ഈ 2 മോണോമർ യൂണിറ്റുകളും ഇവിടെയുള്ള ഈ ഒരു Cl ബ്രിഡ്ജിങ് വഴി കണക്ട് ചെയ്തിട്ട് ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 ടെർമിനൽ ക്ലോറിനും 2 ബ്രിഡ്ജിങ് ക്ലോറിനുമാണ് I2Cl6ൽ
എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് IF5 ജോമെട്രിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. IF5 അയോഡിൻ പെൻറ്റാഫ്ലൂറൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ അറിയാം അയോഡിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 5s2 5p5 ആണ്. 5s2 5p5. ഇവിടെ PXൽ 2 ഇലക്ട്രോൺ ഉണ്ട്, PYയിലും 2 ഇലക്ട്രോൺ ഉണ്ട്, PZൽ മാത്രം 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്കും ഇവിടെ PYയിലെയും PXിലെയും ഇലക്ട്രോൺസ് നമ്മൾ 5Dയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഇവിടെ നടക്കുന്നത് 5sഉം ഇൻവോൾവ് ആവുന്നുണ്ട്, 5pയും ഇൻവോൾവ് ആവുന്നു, 5Dയും ഇൻവോൾവ് ആവുന്നു. അങ്ങനെ 5s 5p 5D ഓർബിറ്റലുകൾ പരസ്പരം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി നടത്തിയിട്ട് നമുക്ക് 6 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നടക്കുന്നത് sp3d2 ഹൈബ്രിഡൈസേഷനാണ്. 5sഉം 5pയും 5Dയും കമ്പൈൻ ചെയ്ത് sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി 6 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്യുന്നു. അങ്ങനെ അയോഡിൻ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 6 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളിൽ ഒരു ഓർബിറ്റൽ ഓൾറെഡി ഡബ്ല്യു ഒക്യുപ്പൈഡ് ആണ്. ഇത് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മളെ കയ്യിൽ 1 2 3 4 5 sp3d2 ഓർബിറ്റൽസ് ഓഫ് അയോഡിൻ ആർ അവൈലബിൾ ഫോർ ബോണ്ടിങ്. അവിടെ നമുക്ക് ആര് വരും? നമ്മളെ കയ്യിൽ ഓൾറെഡി 5 ക്ലോറിൻ ഉണ്ട്. IF5 ആണ്, സോറി, അപ്പോൾ 5 ഫ്ലൂറിൻ അവൈലബിൾ ആണ്. അപ്പം ഓരോ ഫ്ലൂറിനും ഇതിൽ ഓരോ ഓർബിറ്റലുമായി ഹെഡ് ഓൺ ഫാഷനിൽ കമ്പൈൻ ചെയ്യുന്നു, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മുടെ IF5 ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അയോഡിൻ ഉണ്ട്, അയോഡിന് 6 sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അയഡിൻ്റെ 6 sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളിൽ ഒരെണ്ണം ഓൾറെഡി ലോൺ പെയറിനെ ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ലോൺ പെയറിനെ ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റൽ. ബാക്കിയുള്ള 5 sp3d2 ഓർബിറ്റലുകളും നമ്മുടെ ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെഡ് ഓൺ ഫാഷനിലാണ് കമ്പൈൻ ചെയ്യുക. ഫ്ലൂറിൻ്റെ 2pയുമായി കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ മൊത്തം IF5നകത്ത് നമുക്കുള്ളത് എന്താ? ഒരു ലോൺ പെയറും 5 ബോണ്ട് പെയറാണ്. ഈ ബോണ്ട് പെയറുകൾ ഫോം ചെയ്തിട്ടുള്ളത് ആരൊക്കെ തമ്മിലാണ്? അയഡിൻ്റെ sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലും കൂടെ ഹെഡ് ഓൺ ഫാഷനിൽ കമ്പൈൻ ചെയ്തിട്ടാണ് 5 ബോണ്ട് പെയറുകളും ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെൻറ്റ് വരുന്നത് നമുക്ക് ഒക്ടാഹിഡ്രൽ ആണ്. പക്ഷേ ഇവിടെ ലോൺ പെയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്വയർ പിരമിഡലായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. എന്നാലും ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ പിരമിഡിൽ നിന്നും ഈ ഒരു സ്ട്രക്ചറിനൊരു സ്ലൈറ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് വൺ IF7 മോളിക്യൂൾ. IF7 എന്ന് പറയുന്നത് ഒരു ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അയോഡിനും ഫ്ലൂറിനും തമ്മിലുള്ള റേഡിയസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്ലൂറിൻ കൂടുതലാണ്. സോ IF7 ഈസ് എ ഗ്രേറ്റർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. അയഡിൻ്റെ കോൺഫിഗറേഷൻ 5s2 5p5 ആണ്. PX ഡബ്ല്യു ഒക്യുപ്പൈഡ് ആണ്, PY ഡബ്ല്യു ഒക്യുപ്പൈഡ് ആണ്, PZൽ മാത്രം സിംഗിൾ ഇലക്ട്രോണേ ഉള്ളൂ. ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ IF7ൻ്റെ കേസിൽ PYയിൽ നിന്നും ഇലക്ട്രോൺ 5Dയിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്, PXൽ നിന്നും ജമ്പ് ചെയ്യുന്നുണ്ട്, 5sൽ നിന്നും ജമ്പ് ചെയ്യുന്നുണ്ട്. സോ 5Dയിലെ 3 ഓർബിറ്റലുകൾ കൂടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയപ്പോഴത്തേക്കും സിംഗ്ലി ഒക്യുപ്പൈഡായി മാറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ 5sഉം 5pയിലെ 3 ഓർബിറ്റലുകളും 5Dയിലെ 3 ഓർബിറ്റലുകളും കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ ഹൈബ്രിഡൈസേഷൻ പ്രൊസീഡ് ചെയ്യുന്നു. അങ്ങനെ sp3d3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ, 3 d ഓർബിറ്റൽ കൂടെ കമ്പൈൻ ചെയ്ത് sp3d3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. sp3d3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 7 സെറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്യുന്നു. നമുക്കറിയാം number of orbitals participating in hybridization is equal to number of hybridized orbitals. ഓക്കെ, അപ്പം ഹൈബ്രിഡൈസേഷനിൽ എത്ര നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുവോ അത്രയും തന്നെ നമ്പർ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. അങ്ങനെ ന്യൂലി ഫോം ചെയ്തിട്ടുള്ള
7sp3d3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഈ 7sp3d3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും സിംഗ്ലി ഓക്യുപ്പൈഡ് ആണ്. സോ ഇവിടെ ഫ്ലൂറിൻ 7 ഫ്ലൂറിൻ നമുക്ക് അവൈലബിൾ ആണ്. 7 ഫ്ലൂറിലും അവസാനത്തെ 2pയിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. സോ ഫ്ലൂറിൻ ഇവരുമായിട്ട് ഈ sp3d3യുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പം IF7ൻ്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോൺ പെയർ 0 ആണ്, പക്ഷേ 7 ബോണ്ട് പെയർ ഉണ്ട്. അപ്പോൾ ഈ 7 ബോണ്ട് പെയറും ഫോം ചെയ്തിരിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? അയഡിൻ്റെ sp3d3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും നമ്മുടെ ഫ്ലൂറിൻ്റെ 2pയും കൂടെ ഹെഡ് ഓൺ ഫാഷനിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ള 7 സിഗ്മ ബോണ്ടുകളും ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ബോണ്ട് പെയേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പെൻറ്റഗണൽ ബൈപിരമിഡലിൻ്റെ 7 വെർട്ടിസസിലേക്കായിട്ടാണ് ഇവിടെ ബോണ്ട് പെയേഴ്സിൻ്റെ അലൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്കൊരു പെൻറ്റഗണൽ പ്ലെയിനും ഉണ്ട്, അതിന് എബോ ആൻഡ് ബിലോ 2 ആക്സിയൽ ബോണ്ടുകളുമാണ് കാണുന്നത്. ആൻഡ് ഈ ആക്സിയൽ ബോണ്ടുകൾ തമ്മിൽ 90 ഡിഗ്രി എപ്പാർട്ടാണ്. ആൻഡ് ഇക്വറ്റോറിയൽ പ്ലെയിൻ, ഇവിടെയുള്ള പെൻറ്റഗണൽ പ്ലെയിനിലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് 4 കോമ്പൗണ്ട്സിൻ്റെ മാത്രമാണ് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അയോഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ്, അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പെൻറ്റഗണൽ ബൈപിരമിഡൽ PBP പെൻറ്റഗണൽ ബൈപിരമിഡലാണ് ജോമെട്രി വരുന്നത്. ബോണ്ട് പെയറുകൾ 7 ഉണ്ട്, ലോൺ പെയർ 0 ആണ്. ഒരു കളർലെസ് ഗ്യാസ് ആണ് IF7 എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഷേപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.